വടശ്ശേരി നാൽക്കലിലെ വടക്കേപുരി ശ്രീജിയുടെയും ഉളുപ്പൂർ ചന്ദ്രന്റെയും മകളായ അഷിതയുടെയും വയനാട് പുൽപ്പള്ളിയിലെ തോട്ടപ്പള്ളിയിലെ ടോമി വിജി ദമ്പതികളുടെ മകനായ വിമലിന്റെയും ഈ വിവാഹ നിശ്ചയത്തിന് ഏറെ സ്നേഹത്തോടെ അഷിത ഞങ്ങളെ കസിനാണ്. പിന്നെ ചെറുപ്പം തൊട്ട് ഒരുമിച്ച് കളിച്ചു വളർത്തുന്നതാണ്. അടിപൊളിയാണ്, നല്ല വൈബാണ്, നല്ല കമ്പനി, കൂടുതൽ ഒരുപാട് സംസാരിക്കും. ഏട്ടനും അതുപോലെ തന്നെ നല്ല വൈബാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് പരിചയപ്പെട്ടത് സെയിം വൈബാണ്. അഷീനതേ കൂടെ തന്നെ പോകുന്ന ഒരാളാണ്. അപ്പൊ അഷിതക്കും വിമലിനും ഓൾ ദി ബെസ്റ്റ്. ഞാനിവിടെ കാണുന്നത് കുവൈറ്റിൽ വെച്ചിട്ടാണ്. എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കല്യാണം നോക്കുന്ന കാര്യം. പുള്ളിക്കാരൻ പറഞ്ഞു ഇങ്ങനെ ഒരു കുട്ടീൻ്റെ ജസ്റ്റ് ഒന്ന് പോയി കാണാമെന്ന്. അങ്ങനെ ഞാനും പുള്ളിയും കൂടി ഒരു ദിവസം ഇവിടെ കാണാനായിട്ട് പോയി. അങ്ങനെ കണ്ടിട്ട് സംസാരിച്ച് അപ്പോൾ എനിക്ക് എന്തോ ഒരു സ്പാർക്ക് അടിച്ച് എനിക്ക് തോന്നി. പക്ഷെ ഇവള് ഹിന്ദുവാന്ന് എനിക്കറിയില്ല, ഞാൻ ക്രിസ്ത്യൻ, ഞങ്ങളുടെ കാസ്റ്റ് അറിയില്ല. അപ്പോൾ അതറിയത്തില്ലായിരുന്നു. അത് ഞാൻ 2-3 കഴിഞ്ഞിട്ടാണ് പിന്നെ പുള്ളീനെ കാണുന്നത്. അപ്പോൾ അയാളോട് ഞാൻ ചോദിച്ചു എന്തായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു നടക്കത്തില്ല മോനെ, ഇത് ഇന്റർകാസ്റ്റ്, അവള് വെച്ചിട്ട് ഞാൻ ഹിന്ദുവാണ്. மீண்டும் மீண்டும் சாரல் போலவே என் மீது மீண்டும் தூரும் இந்த காதலே தோன்றும் நேரம் புது உலகமாகவே நம்மை எங்கென்றாலும் கூட்டி செல்லும் காதலே புவியினிலே உயிர் தொடர செய்து நீங்காமல் இமை பொழுதும் நம்மை இயக்கும் இந்த காதலே தனித்தனியாய் நம்மை பிரித்து வைத்து பாராமல் ஓருயிராய் நம்மை இணைக்கும் இந்த காதலே அகிலமெல்லாம் சுழற்ற வைக்கும் காதலே யாதையுமே ஈர்த்து வெல்லும் காதல் படர்ந்திடும் வேர்க்கூட மண் மீது காதலே துளிர்விடும் முதல் மொட்டும் தேன் சிந்தும் காதலே அது பெரும் கணிகள் காதலே 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 யாதுமே காதலே നിങ്ങളിവിടെ കുവൈറ്റിലെന്നാകുമ്പോൾ കാണാനോന്നുള്ള ചേച്ചി കണ്ടതാണ്. ആദ്യം എനിക്ക് ഒരു പ്രശ്നം അടിച്ചു. അപ്പൊ ഞാൻ വീട്ടിൽ സംസാരിച്ച് ഞാൻ പറഞ്ഞായിരുന്നു വീട്ടിൽ സമ്മതിക്കാതെ എന്തായാലും കെട്ടൂല, ഒളിച്ചോടി വരത്തില്ല, ഞാൻ എന്തായാലും പറഞ്ഞു. പിന്നെ എല്ലാവരും പരിചയപ്പെടുത്തി കൊടുത്ത് നല്ല ക്യാരക്ടർ. ഞാൻ എന്ത് പറഞ്ഞാലും ഓക്കെ ഓക്കെ. കുറെ പുറകെ നടന്നു കേട്ടോ. അത് പിന്നെ ഇങ്ങനെ സെറ്റാക്കി കഴിയുമ്പോ പക്ഷെ അവൾക്ക് നല്ല വാശിയാ, ഒരു കാര്യത്തോട് നല്ല വാശി അങ്ങനത്തെ സ്വഭാവമാണ്. പിന്നെ എനിക്ക് കംഫർട്ടാണ്, എനിക്കാന്ന് വേണ്ടി ഞാൻ ഓക്കെ പറയും, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഇനി മുന്നോട്ട് കൊണ്ടുപോകാനും ഓക്കെ புதிதாகவே தோன்றும் நதி போல் அடங்காமலே பாயும் இந்த காதலே பனித்திடும் கண் சிந்தும்